നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോഴിക്കോട് സിംഹമിറങ്ങി. ഭരണഘടനയോടും നിയമത്തോടും പൂർണ്ണമായ നീതി പുലർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരാൾ, കീഴുദ്യോഗസ്ഥർക്ക് മാതൃകയാവുന്ന രീതിയിൽ ഉയർന്ന വ്യക്തിത്വവും അച്ചടക്കവും പാലിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. കാക്കിക്കുള്ളിലെ ധീരത പലപ്പോഴും നമ്മൾ വാഴ്ത്താറുണ്ട്. അവിടെ നമ്മൾ കണ്ട വേറിട്ട മുഖമാണ് അന്ന് മുടക്കോഴിമലയിൽ കൊടിസുനിയെ പിടികൂടിയ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ. NIA തീവ്രവാദ ഓപ്പറേഷൻ്റെ സ്പെഷ്യലിസ്റ്റ്, കനകമലയിലെ IS തീവ്രവാദികളെ പൂട്ടിയ ആ പോലീസ് ഉദ്യോഗസ്ഥൻ. എല്ലാ കാലത്തും CPMൻ്റെ കണ്ണിലെ കരടായിരുന്നു AP ഷൗക്കത്ത് അലി. മലബാറിൻ്റെ രാഷ്ട്രീയ ഹൃദയഭൂമിയായ കോഴിക്കോട് ഇപ്പോൾ അതേ ഷൗക്കത്ത് അലി കമ്മീഷണറായി ചുമതലയേറ്റു. ആ നഗരത്തിൻ്റെ സുരക്ഷയും ക്രമസമാധാനവും ഇനി AP ഷൗക്കത്ത് അലിയുടെ കൈകളിൽ ഭദ്രം. ഏറെ നിർണായകമായ ഒരു ദൗത്യവുമായി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും സർക്കാരും കോഴിക്കോട് നഗരത്തിലേക്ക് AP ഷൗക്കത്ത് അലിയെ അയക്കുമ്പോൾ അത് മറ്റൊരു തുടക്കമാകും. വിവാദങ്ങളും രാഷ്ട്രീയ വടംവലികളും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു നഗരം. ആ നഗരത്തിന് ചുറ്റും CPMൻ്റെ പാർട്ടി കോട്ടകളുണ്ട്. ആ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും CPM സ്ലീപ്പർ സെല്ലുകളുണ്ട്. നിയമവാഴ്ച നടപ്പാക്കാൻ നീതി നിർവഹണത്തിനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോടിന് സമ്മാനിക്കുകയാണ് AP ഷൗക്കത്ത് അലി എന്ന കമ്മീഷണറെ. ഇത് അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരമാണ്. ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ് ഇടതുപക്ഷ സർക്കാർ അവഗണിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, കഴിവുകൊണ്ടും ധീരത കൊണ്ടും കേരളത്തിലെ ജനങ്ങളുടെ കയ്യടി നേടിയ അതേ പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹം അർഹിക്കുന്ന തരത്തിലുള്ള അംഗീകാരമാണ് ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ സ്വന്തം ധീരത കൊണ്ട് എഴുതി ചേർത്ത നിരവധി അധ്യായങ്ങളുണ്ട് AP ഷൗക്കത്ത് അലി എന്ന ഈ ഉദ്യോഗസ്ഥന്. SI ടെസ്റ്റിൽ അന്ന് 1ാം റാങ്കിൽ പാസ്സായ മിടുമിടുക്കൻ. സർവീസിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ആദ്യ ദിവസം മുതൽ ഏറെ വേറിട്ട കാഴ്ചകളായിരുന്നു AP ഷൗക്കത്ത് അലിയിൽ നിന്ന് കേരളം കണ്ടത്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അന്വേഷണ മികവിനുള്ള പരമോന്നത പുരസ്കാരം തേടിയെത്തി ഈ ഉദ്യോഗസ്ഥനെ. പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും അദ്ദേഹം വകവയ്ക്കില്ല. ഒരു പതിറ്റാണ്ട് കാലം കേരളത്തെ അടക്കി ഭരിച്ച പിണറായി വിജയൻ, ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങിയ കാലഘട്ടം. അന്ന് AP ഷൗക്കത്ത് അലിയെ പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു CPM നേതാക്കൾ. അവിടെയാണ് നമ്മൾ ഈ സർക്കാർ അധികാരത്തിലേറിയതിന് തൊട്ടുപിന്നാലെ ഒന്നും മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ കാണേണ്ടത്. പിണറായി വിജയൻ സർക്കാരിനെ വെല്ലുവിളിക്കാൻ ഇപ്പോഴത്തെ UDF സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ചങ്കൂറ്റമുണ്ടോ എന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ എറിയുമ്പോൾ അവർക്ക് മുന്നിൽ ചങ്കൂറ്റത്തിൻ്റെ ധീരതയുടെ മറ്റൊരു ചരിത്രം കൂടി ഇപ്പോൾ എഴുതി ചേർക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാർ. പോലീസിന്റെ യൂണിഫോം ധരിച്ച ഒരുപാട് മോഴകളുണ്ട് ഈ നാട്ടിൽ. നേതാക്കളുടെ പെട്ടിപിടിക്കാനും നേതാക്കളുടെ മക്കളെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കാനും നേതാക്കളുടെ ഭാര്യമാർ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ വന്നിറങ്ങുമ്പോൾ അവർക്ക് സല്യൂട്ടടിച്ചവരെ വീട്ടിലാക്കാനോ കഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു AP ഷൗക്കത്ത് അലി. പോലീസ് തലപ്പത്തെ വൻ അഴിച്ചുപണിയിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് ഷൗക്കത്ത് അലിയെ കോഴിക്കോട് പോലീസ് കമ്മീഷണറാക്കിയ പുതുചരിത്രമാണ്. ഷൗക്കത്ത് അലി എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അറിയണമെങ്കിൽ ഒരൊറ്റ കഥയിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു TP ചന്ദ്രശേഖരൻ വധം. സമാനമായ രീതിയിൽ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബും കൊല്ലപ്പെടുന്നു. CPM പ്രവർത്തകരും ഗുണ്ടകളുമായിരുന്നു 2 കൊലപാതകങ്ങൾക്കും പിന്നിൽ. ഈ 2 കൊലപാതക കേസുകളിലെ പ്രതികൾ ഒളിച്ചിരുന്നത് മുടക്കോഴിമലയിൽ. സംസ്ഥാന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ആസൂത്രിത കൊലപാതകമായിരുന്നു TP വധം. 43 പ്രതികൾ 41 ദിവസം കൊണ്ട് പോലീസ് പിടിയിലായി എങ്കിൽ അതിൽ എഴുതി ചേർക്കേണ്ട പേരായിരുന്നു ഷൗക്കത്ത് അലിയുടേത്. വടകര കൈതാട്ടിക്ക് സമീപം വള്ളിക്കോട് ടൗണിലൂടെ ബൈക്കിൽ പോകുകയായിരുന്ന ഒരാളെ ഇന്നോവ കാറിലെത്തിയ സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നിമിഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ പടർന്നു. സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർക്ക് നേരെ ആക്രമി സംഘം ബോംബെറിഞ്ഞു. സാധാരണ നിലയിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് ശേഷം പ്രതികളുടെ ഒരു പട്ടിക CPM നൽകുകയാണ് പതിവ്. എന്നാൽ ആ പട്ടിക ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ തുറന്നടിച്ചു. ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതർ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ADGP വിൻസെന്റ് പോളിനോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു, ഈ കൊലപാതക കേസിലെ യഥാർത്ഥ പ്രതികളെ നീതിപീഠത്തിന് മുന്നിലെത്തിക്കണം. വിൻസെന്റ് പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ശാസ്ത്രീയ അന്വേഷണ മാർഗങ്ങൾ മാത്രമേ അവലംബിക്കാവൂ. ഒരാളെ ഇടിച്ചുത്തരം പറയിപ്പിച്ചാൽ ഭാഗികമായ തെളിവുകളെ കിട്ടൂ.
മറിച്ച് ശാസ്ത്രീയമായ രീതിയിൽ ചോദ്യം ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തെളിവുകൾ കിട്ടും. അന്ന് തലശ്ശേരി ഡിവൈഎസ്പിയാണ് AP ഷൗക്കത്തലി. ഷൗക്കത്തലിയെ ഈ കേസ് ഏൽപ്പിക്കുമ്പോൾ വിൻസെന്റ് പോളിന്റെ മുഖത്ത് നിശ്ചയദാർഢ്യം. അന്വേഷണം തുടങ്ങി 10 ദിവസങ്ങൾക്കുള്ളിൽ ഈ കൊലപാതകം എങ്ങനെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്ന് അന്വേഷണ സംഘം കൃത്യതയോടെ തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി അവർ തയ്യാറാക്കിയത് ഒരു റിവേഴ്സൽ പ്ലാൻ. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ ലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ നിരീക്ഷിച്ചു. തിരുവനന്തപുരത്തെ ഹൈടെക് ക്രൈം എൻക്വയറി സെല്ലിൽ അതിനുവേണ്ടി പ്രത്യേക വിഭാഗം ആരംഭിച്ചു. ഈ അന്വേഷണത്തിൽ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. CPMന്റെ ഉന്നത നേതാക്കൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്. TP വധക്കേസിലെ പ്രതികളുമായി ബന്ധപ്പെടുന്നവരുടെ ഫോണുകൾ നിരീക്ഷണത്തിലാക്കി. പലതവണ പോലീസ് പ്രതികൾക്കരികിലെത്തി. എന്നാൽ റെയ്ഡ് വിവരങ്ങൾ തുടർച്ചയായി ചോർന്നു. എല്ലാറ്റിനുമൊടുവിൽ AP ഷൗക്കത്തലിക്കും സംഘത്തിനും ഒരു നിർണായക വിവരം ലഭിക്കുന്നു. കൊടിസുനിയും സംഘവും മുടക്കോഴി മലയിൽ ഒളിച്ചിരിപ്പുണ്ട്. ഇത്തവണ റെയ്ഡ് വിവരം പുറത്തു പോകരുത്. പ്രദേശത്തെ ആരുമായും സംസാരിക്കാൻ കഴിയില്ല. ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ അപ്പോൾ തന്നെ CPM കേന്ദ്രങ്ങൾക്ക് വിവരം ചോർന്നു കിട്ടും. മുടക്കോഴി മലയെക്കുറിച്ച് അറിയണമെങ്കിൽ കൃത്യതയോടെ ആ പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാക്കണം. കുന്നുകളും ഇടുങ്ങിയ റോഡുകളും നിറഞ്ഞ മുഴക്കുന്നിൽ പകൽ പോലും പുറമേ നിന്നെത്തുന്ന ആളുകളും വാഹനങ്ങളുമൊക്കെ CPM പ്രവർത്തകരുടെ നിരീക്ഷണത്തിലും. ചെങ്കുത്തായ മല കയറി മുകളിലെത്തുമ്പോഴേക്കും മലമുകളിൽ ഒളിച്ചിരിക്കുന്നവർ രക്ഷപ്പെടും, അഥവാ അവരെ രക്ഷപ്പെടുത്തും. മലയിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ ധാരാളം വഴികൾ. ഒടുവിൽ പോലീസ് സംഘം ആശ്രയിച്ചത് ഗൂഗിൾ മാപ്പിനെ. കൊടിസുനി മുടക്കോഴി മലയിലുണ്ട് എന്നുറപ്പിച്ചു. മറ്റാരൊക്കെ കൊടിസുനിക്കൊപ്പം അവിടെയുണ്ട്? നേരത്തെ പലതവണ റെയ്ഡ് വിവരം ചോർന്നതിനാൽ വെറും കൈയോടെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. AIG അനൂപ് കുരുവിളയുടെ നേതൃത്വത്തിൽ ഇതിനുവേണ്ടി പ്രത്യേക ആലോചന. ഒടുവിൽ എല്ലാ ദൗത്യവും AP ഷൗക്കത്തലിയെ ചുമതലപ്പെടുത്തുന്നു. മലയുടെ വശങ്ങളിലൂടെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ മുഴക്കുന്ന്, തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിലൂടെയുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു. പതിവ് വാഹന പരിശോധന എന്ന് തോന്നിക്കുന്ന തലത്തിലായിരുന്നു പോലീസിന്റെ ഈ ഓപ്പറേഷൻ. DYSP AP ഷൗക്കത്തലിയുടെ നേതൃത്വത്തിൽ 20ഓളം പേരടങ്ങുന്ന പോലീസ് സംഘം. കൂടെയുള്ളവരോട് തൻ്റെ ദൗത്യം എന്താണ് എന്ന് ഷൗക്കത്തലി വ്യക്തമാക്കിയില്ല. വടകരയിൽ നിന്ന് ടിപ്പർ ലോറിയിൽ പുലർച്ചെ 2 മണിയോടെ ഈ 20 അംഗ സംഘം യാത്ര പുറപ്പെടുന്നു. ചെങ്കല്ലെടുക്കാൻ എന്ന വ്യാജേനയാണ് ടിപ്പർ ലോറിയിൽ അവർ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ലുങ്കിയും തോർത്തും മാത്രം ധരിച്ചിട്ടുണ്ട്. ചിലർ ബനിയൻ ഇട്ടു, ചിലർ ഷർട്ടും. ചെങ്കൽ തൊഴിലാളികളുടെ വേഷത്തിലായിരുന്നു പോലീസ്. വടകരയിൽ നിന്ന് മാഹി, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഉളിയിൽ, തില്ലങ്കേരി വഴി പെരിങ്ങാനത്തെത്തി. പിന്നീട് മലമുകളിലേക്കുള്ള കയറ്റം. ചെങ്കുത്തായ മല. മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലൂടെയാണ് അവർ യാത്ര തുടർന്നത്. പുലർച്ചെ 2 മണിക്ക് പോലീസ് സംഘം അടിവാരത്തെത്തി. അപ്പോഴേക്കും മഴ തുടങ്ങി. സംഘത്തിന് മഴ വലിയ ഉപദ്രവമായി. കയ്യിലിരുന്ന മൊബൈൽ ഫോണുകൾ നനഞ്ഞ് പ്രവർത്തനരഹിതം. എന്നാൽ മഴയുടെ ശബ്ദത്തിൽ പോലീസിന്റെ ചലന ശബ്ദങ്ങൾ ആരും കേൾക്കുന്നില്ല. സ്ഥലത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ട് 4 കിലോമീറ്ററിലേറെ ദൂരം അധികം സഞ്ചരിക്കേണ്ടി വന്നു പോലീസ് സംഘത്തിന്. ഒടുവിൽ അവർ കൊടിസുനിയുടെ കൂടാരം മലമുകളിൽ കണ്ടെത്തി. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയ ടെന്റിൽ നിലത്ത് പ്ലാസ്റ്റിക് വിരിച്ച് അതിനു മുകളിൽ കമ്പിളി വിരിച്ചാണ് സുനിയും കൂട്ടരും ഉറങ്ങുന്നത്. കൊടിസുനിക്കൊപ്പം ഷാഫി, കിർമാണി മനോജ്, മറ്റ് 3 സഹായികൾ. പോലീസ് സംഘത്തിനെ കണ്ടപാടെ അവർ തോക്ക് കയ്യിലെടുത്തു. എന്നാൽ AP ഷൗക്കത്തലി അതിസാഹസികമായി അവരെ കീഴ്പ്പെടുത്തി. അരമണിക്കൂർ നീണ്ട ബലപ്രയോഗത്തിലൂടെ കൊടിസുനിയെയും സംഘത്തെയും കീഴ്പ്പെടുത്തി AP ഷൗക്കത്തലിയും സംഘവും. AP ഷൗക്കത്തലിയുടെ നീക്കങ്ങൾ CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. അതിന് തൊട്ടു പിന്നാലെ കേരളം കേൾക്കുന്നത് മറ്റൊരു മാസ് ഓപ്പറേഷൻ. കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണഘട്ടം. അവിടെ ആരോപണ വിധേയൻ അന്നത്തെ കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ. P. മോഹനനും CPM നേതാക്കളും AP ഷൗക്കത്തലിയെ പരസ്യമായി വെല്ലുവിളിച്ചു. മോഹനനെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നായിരുന്നു അന്ന് CPM നേതാക്കൾ പരസ്യമായി വെല്ലുവിളിച്ച് ചോദിച്ചത്. അതെ, അന്നവിടെ കണ്ടത് പോലീസിൻ്റെ മറ്റൊരു ധൈര്യം. P. മോഹനൻ്റെ വാഹനത്തിന് മുന്നിൽ തൻ്റെ പോലീസ് ജീപ്പ് കുറുകയിട്ട് നടു റോഡിൽ വെച്ച് P. മോഹനനെ അറസ്റ്റ് ചെയ്ത ചങ്കൂറ്റമാണ് AP ഷൗക്കത്തലി കേരളത്തിന് കാട്ടിക്കൊടുത്തത്. പിന്നീട് കേരളം ഭരിക്കാനെത്തിയ പിണറായി വിജയൻ സർക്കാർ AP ഷൗക്കത്തലിയെ വേട്ടയാടാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വെറുതെ ഇരുന്നില്ല. തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ചുവടുവയ്പ്പിലേക്ക്
AP ഷൗക്കത്ത് അലി നടന്നു നീങ്ങുന്ന കാഴ്ചകളാണ് പിന്നീട് കേരളം കണ്ടത്. ദേശീയ അന്വേഷണ ഏജൻസിയിലേക്ക് അദ്ദേഹം മാറി. അവിടെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകളുടെ സ്പെഷ്യലിസ്റ്റായി ദേശീയ തലത്തിൽ അറിയപ്പെട്ടു. രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന അതീവ രഹസ്യവും സങ്കീർണവുമായ പല കേസുകളും NIA കൈകളിൽ ഭദ്രമാണ് എന്ന് AP ഷൗക്കത്ത് അലി പിന്നീട് തെളിയിച്ചു. IS ഭീകരരുമായി ബന്ധപ്പെട്ട കനകമല കേസ്, തമിഴ്നാട്ടിലെ വിവിധ ഭീകരവാദ കേസുകൾ എന്നിവ വിജയകരമായി അന്വേഷിച്ച AP ഷൗക്കത്ത് അലിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അഭിനന്ദനങ്ങൾ. ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പാരീസ് ഭീകരാക്രമണ കേസ് ഫ്രഞ്ച് ഏജൻസികളുമായി ചേർന്ന് AP ഷൗക്കത്ത് അലി തൻ്റെ അന്വേഷണ മികവ് അവിടെയും പുറത്തെടുത്തു. ദേശീയ ഏജൻസിയിലെ ഡെപ്യൂട്ടേഷൻ കാലാവധിക്ക് ശേഷം AP ഷൗക്കത്ത് അലി കേരളത്തിൽ മടങ്ങിയെത്തി. എന്നാൽ അദ്ദേഹത്തിന് അർഹമായ പ്രധാന പദവികളോ സ്ഥാനങ്ങളോ ലഭിച്ചില്ല. CPM നേതാക്കൾക്കെതിരെ കടുത്ത നടപടികൾ എടുത്തതിൻ്റെ പേരിൽ അന്നത്തെ ഭരണകൂടം അദ്ദേഹത്തെ വേട്ടയാടി. പിന്നീട് പിണറായി വിജയൻ സർക്കാർ നിലംപൊത്തിയതോടെ UDF സർക്കാരിൻ്റെ കാലം. VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചേർന്ന് AP ഷൗക്കത്ത് അലിയെ മറ്റൊരു പ്രധാന ദൗത്യമേൽപ്പിക്കുന്നു. കേരളത്തിലേറെ വിവാദങ്ങൾ ഉയർത്തിയ ആലപ്പുഴയിലെ കുപ്രസിദ്ധ രക്ഷാപ്രവർത്തനം. നവകേരള യാത്രക്കിടയിൽ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച ആ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങളാണ് പിന്നീട് AP ഷൗക്കത്ത് അലി നടത്തിയത്. CPM കേന്ദ്രങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ടുള്ള ഷൗക്കത്ത് അലിയുടെ ഓരോ നീക്കങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരായിരിക്കണം എന്ന് കേരളം കണ്ടറിഞ്ഞ ദിവസങ്ങൾ. അതിനുശേഷം അദ്ദേഹത്തിന് അർഹിക്കുന്ന മറ്റൊരു അംഗീകാരം ഈ ഭരണകൂടം നൽകുമ്പോൾ അതിന് കൈയടിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ? രാഷ്ട്രീയ അക്രമങ്ങൾക്കും ഗുണ്ടാ വിളയാട്ടങ്ങൾക്കും എപ്പോഴും വേദിയാകാറുള്ള കോഴിക്കോട് നഗരം, അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു ധീരതയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇനി കമ്മീഷണറായി എത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അന്വേഷണ മികവിനുള്ള പുരസ്കാരം തേടിയെത്തിയ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ സർക്കാർ തഴഞ്ഞു എങ്കിൽ അദ്ദേഹത്തിനിപ്പോൾ അർഹിക്കുന്ന പദവി തിരികെ ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. AP ഷൗക്കത്ത് അലിയെപ്പോലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇല്ലായിരുന്നു എങ്കിൽ TP ചന്ദ്രശേഖരൻ കേസിൻ്റെ വിധി എന്താകുമായിരുന്നു? ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് CPM നേതാവ് PK കുഞ്ഞനന്ദനെ ചുരുട്ടിക്കൂട്ടി കസ്റ്റഡിയിലെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ. ദൃശ്യങ്ങളിലൂടെ കേരളം മുഴുവൻ കണ്ട അക്രമം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നായിരുന്നു നവകേരള യാത്രക്കിടയിൽ പിണറായി വിജയൻ്റെ വിശദീകരണം. എന്നാൽ അത് കേരളത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്നും സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ഏത് കൊമ്പനായ പ്രതികളായാലും വലയിൽ വീഴുമെന്നും AP ഷൗക്കത്ത് അലി പിന്നീട് തെളിയിച്ചു കൊടുത്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചത് മറന്നിട്ടില്ല, എല്ലാം ഓർത്തു വയ്ക്കുമെന്നും VD സതീശൻ പറഞ്ഞത് വെറുതെയല്ല. രക്ഷാപ്രവർത്തനത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് VD സതീശൻ AP ഷൗക്കത്ത് അലിയോട് പറഞ്ഞത്. ആ റിപ്പോർട്ടിന് 15 ദിവസം കാത്തു നിൽക്കേണ്ടി വന്നില്ല VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും. 2020 സ്വർണ്ണക്കടത്ത് കേസിൽ ചുമതല ഏറ്റെടുത്ത് 24 മണിക്കൂറിനുള്ളിൽ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും അറസ്റ്റ് ചെയ്യാൻ AP ഷൗക്കത്ത് അലിക്കന്ന് കഴിഞ്ഞു. വെറുമൊരു പോലീസ് ഉദ്യോഗസ്ഥനെയല്ല, മറിച്ച് പോലീസിലെ സിംഹത്തെയാണ് കോഴിക്കോട്ടേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇനി കളി കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.